പത്തനംതിട്ട റാന്നി മന്ദമരുതിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തി. ചേതോങ്കര സ്വദേശി അമ്പാടി സുരേഷാണ് കൊല്ലപ്പെട്ടത്. കേസിൽ 4 പ്രതികൾ അറസ്റ്റിലായി. റാന്നി ബീവറേജിന് സമീപമുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ചേതോങ്കര സ്വദേശികളായ അരവിന്ദ്, അജോ, ശ്രീകുട്ടൻ, അക്സം കലീം എന്നിവരാണ് പ്രതികൾ. റാന്നി ബിവറേജിന് സമീപം ഇന്നലെ വൈകിട്ട് 3 മണിയോടെ കൊല്ലപ്പെട്ട അമ്പാടിയുടെയും പ്രതികളുടെയും സംഘങ്ങൾ തമ്മിൽ അടിപിടിയുണ്ടായി. പോർവിളി നടത്തിയ സംഘം ഇവിടെ നിന്നും മടങ്ങിയ ശേഷം രാത്രി 8 മണിയോടെ മന്ദമരുതിയിൽ വെച്ച് വീണ്ടും ഏറ്റുമുട്ടി. ഇവിടെ റോഡിൽ നിൽക്കുകയായിരുന്ന അമ്പാടി സുരേഷിനെ പ്രതികളായ അരവിന്ദും ശ്രീകുട്ടനും അജോയും കാറിലെത്തി ഇടിച്ചു വീഴ്ത്തി. അമ്പാടിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി. മുഖ്യപ്രതി അരവിന്ദാണ് കാർ ഓടിച്ചത്. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുമാണ് ഇയാൾ. ബിവറേജിന് മുന്നിൽ അടിപിടി നടത്തിയ സംഘത്തിൽ അജോയും അക്സമുമായിരുന്നു ഉണ്ടായിരുന്നത്. കൊല്ലപ്പെട്ട അമ്പാടി ഉൾപ്പെടെയുള്ളവർ പിന്നീട് എത്തിയതാണ്. കൊലപാതകം നടത്തിയ ശേഷം കാർ ഉപേക്ഷിച്ച 3 പ്രതികൾ എറണാകുളത്തേക്ക് പോയി. അരവിന്ദ്, ശ്രീകുട്ടൻ, അജോ എന്നിവരെ എറണാകുളത്ത് നിന്നും അക്സമിനെ റാന്നിയിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. പ്രതികളുടെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ വണ്ടി ഇടിപ്പിക്കുകയായിരുന്നുവെന്ന് വ്യക്തമായതായി റാന്നി CI ജിബു ജോൺ പറഞ്ഞു. പ്രതികൾക്ക് അമ്പാടി സുരേഷിനോട് മുൻവൈരാഗ്യമില്ലെന്നും പോലീസ് പറയുന്നു. ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റുണ്ടായി, വെല്ലുവിളികളുണ്ടായി. അപ്പം മന്ദമരുതി വെച്ച് ഇവർ തമ്മിൽ പരസ്പരം കണ്ടപ്പോൾ അടിപിടി കൂടി. അതിനുശേഷം ഇതിലൊന്നാം പ്രതി കാറുമായിട്ട് പോയി തിരികെ വന്നപ്പോൾ റോഡിൽ സൈഡിൽ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ഈ മരണപ്പെട്ട ആളെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതേസമയം അമ്പാടി സുരേഷിന് ശത്രുക്കളായി ആരുമില്ലെന്നാണ് പിതാവ് സുരേഷ് പറയുന്നത്. ആദ്യം പറഞ്ഞത് ഒരു ആക്സിഡന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നീടാണ് ഞാൻ ഇന്ന് രാവിലെയോടൊക്കെ കൂടിയാണ് അറിയുന്നത് ഇങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, മനഃപൂർവ്വം വണ്ടി ഇടിച്ചാണെന്നുള്ളത് ഞാൻ രാവിലെ അറിയുന്നു. ശേഷം പോലീസ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊരു മർഡർ അറ്റംപ്റ്റാണ്, അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറയാം. രാവിലെയാണ് ഞാൻ അറിയുന്നത്. അത് പോലീസ് വന്ന് പറഞ്ഞു അങ്ങനെ അല്ലാതെ ഒരു ആക്സിഡൻ്റ് അല്ല, ഒരു അറ്റൻഡാണ് എന്ന് പറഞ്ഞു. ഇല്ല, അവൻ അങ്ങനെ വഴക്കൊന്നും പോകുന്ന ആളല്ല. അറസ്റ്റിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. നേരത്തെയും സമാനമായ രീതിയിൽ സംഘം തിരിഞ്ഞുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും എങ്ങനെയുള്ള സംഘർഷങ്ങൾക്ക് കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തുടക്കത്തിൽ അപകട മരണം എന്ന അനുമാനത്തിലെത്തിയ കേസാണ് പിന്നീട് കൊലപാതകമാണെന്ന് വ്യക്തമായത്. ജനം, പത്തനംതിട്ട.